നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കൈവശം വെള്ള റേഷൻ കാർഡോ അല്ലെങ്കിൽ നീല റേഷൻ കാർഡോ ആണോ? നിങ്ങളുടെ കുടുംബം യഥാർത്ഥത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. കാരണം മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 17 ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. പലരും കരുതുന്നത് വെള്ള കാർഡ് ഉണ്ടെങ്കിൽ പിങ്ക് കാർഡ് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ അപേക്ഷിച്ചാൽ ഉടനെ തന്നെ കാർഡ് മാറും എന്നാണ്. പക്ഷേ അത് ശരിയല്ല. ഈ അപേക്ഷ നൽകാൻ കഴിയുന്നത് അർഹരായ കുടുംബങ്ങൾക്കാണ്. അപേക്ഷ നൽകിയ എല്ലാവർക്കും മുൻഗണനാ കാർഡ് ലഭിക്കുമെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി എന്തിനാണ് ഈ അപേക്ഷ? കേരള സർക്കാർ നിലവിലുള്ള റേഷൻ കാർഡ് വിവരങ്ങൾ പുതുക്കുകയും യഥാർത്ഥത്തിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെടേണ്ട അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടേണ്ട കുടുംബങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നതിനായാണ് ഈ അവസരം നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കൈവശം വെള്ളയോ നീലയോ റേഷൻ കാർഡ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇനി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്? ഇതിനായി 2 മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത് സമീപത്തെ അക്ഷയ കേന്ദ്രം, രണ്ടാമത് കേരള സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക ഇ-സിറ്റിസൺ പോർട്ടൽ മുഖേന ഓൺലൈനായി നമുക്ക് അപേക്ഷ നൽകാൻ കഴിയുന്നതാണ്. ഇത് വീട്ടിലിരുന്നും നൽകാൻ സാധിക്കും. അല്ലാത്തവർ അക്ഷയ കേന്ദ്രത്തിൻ്റെ സഹായം തേടുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമായി വരും? റേഷൻ കാർഡ് വിവരങ്ങൾ, ആധാർ, കുടുംബ വിവരങ്ങൾ, വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ, സർക്കാർ ആവശ്യപ്പെടുന്ന മറ്റ് രേഖകൾ, ഇവ ആവശ്യമായി വന്നേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവസാന തീയതി ജൂലൈ 17 നമ്മളിൽ പലർക്കും ഒരു സ്വഭാവമുണ്ട്, അവസാന ദിവസം പോകാം എന്നൊക്കെ കരുതും. അപ്പോൾ ഭൂരിപക്ഷവും സർവർ തിരക്കിലായിരിക്കും. OTP കൃത്യമായി വരില്ല. അക്ഷയ കേന്ദ്രത്തിൽ വലിയ ക്യൂ ആയിരിക്കും. പിന്നീട് ഒരു ദിവസം കൂടി നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ കഴിയുന്നത്ര വേഗം അപേക്ഷ നൽകുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി വീഡിയോകൾ കാണാം. എല്ലാ വെള്ളക്കാർഡും പിങ്കാക്കും, അപേക്ഷിച്ചാൽ ഉറപ്പായി കാർഡ് മാറും. ഇത്തരം വാർത്തകൾ കണ്ടാൽ ആദ്യം ഒന്ന് ചിന്തിക്കുക. അപേക്ഷ നൽകുന്നത് ഒരു കാര്യം, അർഹത ലഭിക്കുന്നത് മറ്റൊരു കാര്യം. സർക്കാർ അപേക്ഷ പരിശോധിച്ച ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുക. അതുകൊണ്ട് തെറ്റായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ടതില്ല. കൂടാതെ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. വരുമാനം മറച്ചുവെക്കുകയോ കുടുംബ വിവരങ്ങൾ തെറ്റായി നൽകുകയോ വ്യാജരേഖകൾ സമർപ്പിക്കുകയോ ചെയ്യരുത്. കാരണം പരിശോധനയിൽ ഇത് കണ്ടെത്തിയാൽ അപേക്ഷ നിരസിക്കപ്പെടാനും തുടർ നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കൈവശം വെള്ളയോ നീലയോ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മുൻഗണനാ വിഭാഗത്തിന് അർഹരാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ജൂലൈ 17 അപേക്ഷ സമർപ്പിക്കുക. അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഇ-സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാം. ഇത്തരം സർക്കാർ പദ്ധതികൾ, റേഷൻ സംബന്ധമായ അറിയിപ്പുകൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, സ്കോളർഷിപ്പുകൾ, സാമ്പത്തിക സഹായ പദ്ധതികൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ വിവരങ്ങൾ, ഇവയെല്ലാം ലളിതമായി അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.